പണ്ടൊരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ വീട്ടിൽ വരുന്ന സമയത്തെ വീട്ടിലുള്ള അമ്മച്ചിമാരെ അല്ലെങ്കിൽ വലിയമ്മമാരൊക്കെ ആണെങ്കിലുണ്ടല്ലോ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പൈസ ചില പാരിപാത്രത്തിലോ അല്ലെങ്കിൽ ചിട്ടിയായിട്ട് വെച്ചിരുന്നതോ പശുവിനെ വിറ്റോ പശുവിൻ്റെ പാല് വിറ്റോ അല്ലെങ്കിൽ കോഴിമുട്ട വിറ്റോ അല്ലെങ്കിൽ ആടിനെ വിറ്റോ ഒക്കെ വെച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പൈസകളായിരിക്കും. ചെറിയ ചെറിയ തുകകൾ കൂട്ടി വെച്ച് ഗൃഹനാഥനൊരു ആവശ്യം വരുന്ന സമയത്ത് ഒരു വലിയ എമൗണ്ടായിട്ട് ഗൃഹനാഥനെ കൊടുത്തിട്ട് അവരെ ഞെട്ടിക്കാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, ഇത്രയും പൈസ നിനക്ക് എവിടെ നിന്നായിരുന്നു എന്ന് ചോദിക്കും. ഇന്നും അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്. പശുവിനെ ഒന്നും പാല് വിറ്റിട്ടോ ഒന്നും അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ എമൗണ്ടുകൾ. പൊതുവേ സ്ത്രീകൾക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇച്ചിരി ബുദ്ധിക്കുറവാണെന്നൊക്കെ ഇങ്ങനെ ആളുകൾ അപവാദം പറയുമെങ്കിലും ഇതിന് വിപരീതമായ ഒരുപാട് സ്ത്രീകളുണ്ട്. ആഡംബരമായിട്ട് ചിലവഴിക്കുന്ന അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പൈസ ഉപയോഗിക്കാതെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള സ്ത്രീകൾ അങ്ങനെ പൈസ കൂട്ടി വെച്ച് അവരുടേതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാനോ അവരുടെ സെൽഫായിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നുമുണ്ട്. അപ്പം അവർ അവരുടെ ഒരു രൂപ പോലും കൂട്ടി വെക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ടല്ല, ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് അവർ കൂട്ടി വെച്ചിട്ട് ഒരാവശ്യമോ ഒരു ബുദ്ധിമുട്ടോ ഒക്കെ വരുന്ന സമയത്ത് ഒരു വലിയ തുകയായിട്ട് വീട്ടിലുള്ളവരെ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നുമുണ്ട്. അപ്പം സ്ത്രീകൾ ഈ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉന്നത പദവിയിലിരിക്കുന്ന ഒരുപാട് ഉണ്ടെങ്കിലും പൊതുവേ നമ്മൾ ഒരു ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് സ്ത്രീകളെ, ഒരു ലോജിക് പാർട്ടിനേക്കാൾ കൂടുതൽ അങ്ങനെ എല്ലാവരും പറയാറുണ്ടത്. അപ്പം പണ്ട് കാലത്തും ഇതുപോലെ സമ്പാദ്യ കാര്യങ്ങളിലാണെങ്കിലും ബുദ്ധിപരമായ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ വളരെ സാമർഥ്യത്തോട് പെരുമാറുന്ന സ്ത്രീകളുണ്ട്. ഇന്നും അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്.